ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മീൻ കൂട്ടാൻ വയ്ക്കുന്ന നമ്മൾ കാണിക്കാൻ പോകുന്നത് മങ്കട എന്ന് പറയുന്ന മീനാണ് കൂട്ടാൻ വയ്ക്കാൻ പോകുന്നത്. ഇതിൽ തേങ്ങയൊന്നും അരയ്ക്കാതെ പുളിയും മുളകും മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് വയ്ക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു മീനും കൂടിയായത്. വീഡിയോ കാണും. ഇതാണ് നമ്മുടെ മങ്കട മീൻ. 1 കിലോ എടുത്തിട്ടുണ്ട്. ഇതിന് വേറെ പേരുകളുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ തൊലിക്കൊക്കെ നല്ല കട്ടിയുള്ള മീൻ. അപ്പോൾ തൊലിയൊക്കെ ഉരിച്ചിട്ട് കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 4 കഷ്ണങ്ങളായിട്ടാണ് മുറിക്കാൻ പോകുന്ന ഒരു മീൻ. നല്ല ഫ്രഷ് മീനാണ്. കറി വയ്ക്കാനും വറക്കാനും എല്ലാം നല്ലതായത്. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുക്കുന്നത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടിയിലൊന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ 5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും വെളുത്തുള്ളി ഇഞ്ചിയും വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. കൂടെ 2 പച്ചമുളകും. ചൂടായ മൺചട്ടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉലുവയിട്ട് ഒന്ന് പൊരിയാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റണം. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഉള്ളി നന്നായിട്ടൊന്ന് വഴലുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഉള്ളി മൂക്കുന്നത്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. തീ കുറച്ചും വെക്കണം. ഗോൾഡൻ കളറാകാൻ തുടങ്ങുന്ന ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തൊന്ന് വഴറ്റണം. പച്ചമണം പോയാൽ മതി. തീ കുറച്ച് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. വെള്ളത്തിൽ വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ചേർക്കാം. ഈ ഒരു കളർ വന്നാൽ മതി. കുതിർത്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ. ഇപ്പോൾ ഈ മസാലയുടെ കളറൊക്കെ മാറി ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കുക. ഇത് കലക്കുന്നതിന് വേണ്ടി തിളപ്പിച്ച 1 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. 2 പ്രാവശ്യമായിട്ട് ഒഴിച്ച് കലക്കിയെടുക്കാം. ചൂടായിട്ടിരിക്കുന്ന സാധനത്തിലേക്ക് പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ പെട്ടെന്ന് തിളച്ച് കിട്ടുകയും ചെയ്യും. നല്ലപോലെ തിളയ്ക്കണം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർക്കാം. പൊടിയുപ്പാണെങ്കിലും മതി. കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടെ ചേർക്കാം. നല്ല പുളിയുള്ള പുളിയാണ് ഇത്. നമ്മുടെ ആവശ്യാനുസരണം പുളി ഉപ്പുമൊക്കെ ചേർക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിം ആക്കി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഈ മീൻ കഷ്ണങ്ങളിലേക്ക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വയ്ക്കണം. ഉപ്പ് 1/2 ടീസ്പൂണിൻ്റെ പകുതിയാണ് ചേർക്കുന്നത്. അപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ ഈ മീൻ കഷ്ണങ്ങളിലേക്ക് പറക്കിയിടാം. മീൻ കഷ്ണങ്ങൾ ഇടുന്നതിന് കുറച്ച് മുൻപായിട്ട് നമ്മൾ ഈ ചാറൊന്ന് നോക്കണം. അപ്പോൾ അതിൽ ഉപ്പും പുളിയും എരിവൊക്കെ കറക്റ്റാണോന്ന്. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ബാക്കിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്. ഇനി മീഡിയം ഫ്ലെയിം ആക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മീൻ വെച്ചിട്ടൊരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഉപ്പും പുളിയൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇവിടുത്തെ പാകത്തിന് എരിയും പുളിയും ഉപ്പും എല്ലാം ഉണ്ട്. ഇനി അത് കഷ്ണത്തിൽ കുറച്ച് പിടിക്കുകയും ചെയ്യും. കുറേ സമയം അങ്ങനെ വെക്കണം, 2 മണിക്കൂറെങ്കിലും. മീനും ഇറച്ചിയും എല്ലാം ഉണ്ടാക്കി വെച്ച് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു മീൻ കറിയായത്. കുറച്ച് കറിവേപ്പില ചേർക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.